ഹലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് സ്ട്രക്ചർ ഓഫ് സ്ട്രയേറ്റഡ് മസിലാണ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ട്രയേറ്റഡ് മസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സ്ട്രയേറ്റഡ് മസിൽസിൻ്റെ ഉള്ളിൽ ധാരാളം മസിൽ ഫാസിക്കിൾസ് ഉണ്ട്. ഫാസിക്കിൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മെനി മസിൽ ഫൈബേഴ്സ് ആൻഡ് ഇൻസൈഡ് ദ മസിൽ ഫൈബേഴ്സ് ദർ ആർ മെനി മയോഫൈബ്രൽസ്. അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. ഇനി പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. ആ മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഈ സ്ട്രക്ചേഴ്സ് വളരെ തറോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മസിൽ കോൺട്രാക്ഷൻ ആ മെക്കാനിസം നമുക്ക് മനസ്സിലാവുള്ളൂ. മയോഫൈബ്രലിൻ്റെ സ്ട്രക്ചേഴ്സ് പഠിച്ചപ്പോൾ അവിടെ ദേ ഹാവ് since they are striated muscles they have alternate dark and light bands, and the dark bands are formed of myosin and actin filaments, and the light bands are made up of actin filaments എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ പറഞ്ഞതാണ്. what is sarcomere? Sarcomere means the portion between two Z lines is called sarcomere. ടു Z ലൈൻസിനെയൊക്കെ കാണാം നമുക്ക്. Z ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള ഇതൊരു Z ലൈൻ, ഇത് വേറൊരു Z ലൈൻ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇത്രയും ഡിസ്റ്റൻസ്, അതാണ് സാർക്കോമിയർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ദെൻ വാട്ട് ഈസ് എച്ച് സോൺ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് എച്ച് സോൺ? ദിസ് ഇസ് കോൾഡ് ദ എച്ച് സോൺ. ഇവിടെ കാണാം എച്ച് സോണിൽ, എച്ച് സോൺ ഹെയർ ദർ ഇസ് നോ ആക്റ്റിൻ മൊളിക്യൂൾസ് ആൻഡ് ഓൺലി മയോസിൻ മൊളിക്യൂൾസ്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ മയോസിൻ, ആക്റ്റിൻ എങ്ങനെയാണ്, ആക്റ്റിൻ്റെ സ്ട്രക്ചർ, മയോസിൻ്റെ സ്ട്രക്ചർ എന്താണ്. ആക്റ്റിൻ എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. ഇറ്റ് ഇസ് എ പോളിമർ ഓഫ് ജി ആക്റ്റിൻ. എഫ് ആക്റ്റിനാണ് സാധാരണഗതിയിൽ. അപ്പോൾ ആക്റ്റിൻ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്കുള്ള ക്രവിസസിലാണ് ട്രോപ്പോമയസിൻ കാണുക. ട്രോപ്പോമയസിൻ്റെ സർഫസിൽ റെഗുലർ ഇൻ്റർവെൽസിൽ കാണുന്ന 3 സബ് യൂണിറ്റുള്ള സബ്സ്റ്റൻസാണ് ട്രോപ്പോണിൻ എന്ന് പറയുന്നത്. ഇറ്റ് മാസ്ക് ദ ബൈൻഡിങ് സൈറ്റ് ഓഫ് മയോസിൻ ഓൺ ദ ആക്റ്റിൻ. ജി ആക്റ്റിനിലുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ട്രോപ്പോണിൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി അറിഞ്ഞിരിക്കണം. അതുപോലെ എ ബാൻഡിൻ്റെ മിഡിൽ പോർഷനിൽ എന്തില്ല? മയോസിൻ മാത്രമേ ഉള്ളൂ, ആക്റ്റിൻ ഇല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചർ പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ മയോസിൻ എന്ന് പറയാം. മയോസിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ മീറോമയോസിൻ, ഹെവി മീറോമയോസിനും ഉണ്ട്, ലൈറ്റ് മീറോമയോസിനും ഉണ്ട്. HMM എന്ന് പറയും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഹെഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ആ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സിൽ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഉണ്ട്, ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ആൻഡ് ATP ബൈൻഡിങ് സൈറ്റ്. ദിസ് ആക്റ്റിനേക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നോർമൽ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആക്റ്റിനിലെ മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ ട്രോപ്പോണിൻ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ കാണുക. ഇത്രയുമാണ് പ്രീ റിക്വസിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഈ സ്ട്രക്ചറിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്, അതായത് സ്കെൽറ്റൽ മസിൽസ് കോൺട്രാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ, ഇതാണ് പുതിയ പോർഷൻ എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, ഇതിൽ കാണുന്നത്, ഈ കാണുന്നത് മയോസിൻ മോളിക്യൂൾസാണ്, ഈ കാണുന്നത് ആക്റ്റിൻ. ആക്റ്റിൻ തന്നെ ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ട്രോപ്പോമയസിൻ. ഈ ബ്ലൂ സ്ട്രക്ചേഴ്സായിട്ട് കാണിച്ചിരിക്കുന്നത് ദാറ്റ് ഇസ് ട്രോപ്പോണിൻ. ഇതാണ് മയോസിൻ്റെ ഹെഡ് എന്ന് പറയുന്ന റീജിയൻ. ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇനി എങ്ങനെയാണ് മസിൽ കോൺട്രാക്ട് ചെയ്യുന്നത്? അപ്പോൾ ഏറ്റവും മോസ്റ്റ് അക്സെപ്റ്റഡ് തിയറി റിഗാർഡിംഗ് മസിൽ കോൺട്രാക്ഷൻ ഇസ് ദ സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. അക്കോർഡിംഗ് ടു ദിസ് തിയറി, contraction of a muscle fiber occurs by the sliding of thin filaments over thick filaments. Thin filaments എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്റ്റിൻ ഇസ് കൺസിഡേർഡ് ആസ് ദ തിൻ ഫിലമെൻറ്റ്സ്. അപ്പോൾ ഈ തിൻ ഫിലമെൻറ്റ്സ് തിക്ക് ഫിലമെൻറ്റ്സിൻ്റെ മുകളിൽ കൂടി സ്ലൈഡ് ചെയ്യാം. ആ സ്ലൈഡ് ചെയ്യുമ്പോഴാണ്, അങ്ങനെയാണ്, അതാണ് സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോഴാണ് കോൺട്രാക്ഷൻ നടക്കുന്നത് എന്നാണ് സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറി പറയുന്നത്. ഇനി എങ്ങനെയാണ് ആ സ്ലൈഡിങ് നടക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഇനി അടുത്തത് നോക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്? ആ പ്രോസസ്സ് നടക്കാൻ ആദ്യമായിട്ട് ഒരു ഇമ്പൾസ് വരികയാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇമ്പൾസ് വരുന്നു. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ വരികയാണ്. അതായത് ആ മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ. ആ സിഗ്നലിനെ കൊണ്ടുവരുന്നത് ഒരു മോട്ടോർ ന്യൂറോൺ ആയിരിക്കും. ന്യൂറോൺസ് 2 തരത്തിൽ, സാധാരണഗതിയിൽ ജനറലൈസ് ചെയ്ത് 2 തരത്തിൽ പറയാം: സെൻസറി ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സെൻസറി ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ പെർസീവ് ചെയ്യുന്ന ഇമ്പൾസസിനെ CNS എത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണ് സെൻസറി ന്യൂറോൺസ്.
ദെൻ മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാരി ഇൻഫർമേഷൻ ഫ്രം ദ CNS ടു ദ ടാർജറ്റ് സൈറ്റ്. എവിടെയാണോ ടാർജറ്റ്, ആ ടാർജറ്റ് സൈറ്റിലേക്ക് സിഗ്നൽസിനെ, പ്രോസസ്സ് ചെയ്ത സിഗ്നൽസിനെ കൊണ്ടുവരുന്ന, CNSൽ നിന്ന് കൊണ്ടുവരുന്ന ന്യൂറോൺസാണ് മോട്ടോർ ന്യൂറോൺസ്. അപ്പോൾ ഒരു ഇമ്പൾസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും വന്നിട്ട് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ എത്തി നിൽക്കുകയാണ്. ആൻ ഇമ്പൾസ് റീച്ചസ് ഫ്രം ദ CNS റീച്ചസ് ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറെ പേരാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് ആക്സോൺ. മോട്ടോർ ന്യൂറോണിൻ്റെ ആക്സോൺ. ആക്സോൺസ് ഇങ്ങനെ ആക്സോണൈറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ടിവിടെ ചെറിയ നോബ് ഉണ്ടാവും. അതിനാണ് പ്രീ സിനാപ്റ്റിക് നോബ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഇതൊരു സിനാപ്സ് തന്നെയാണ്. ഇതിനെയാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയും. ന്യൂറോമസ്കുലർ ജംഗ്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ സിനാപ്സ് ഓർ കണക്ഷൻ ബിറ്റ്വീൻ എ മോട്ടോർ ന്യൂറോൺ ആൻഡ് സാർക്കോലെമ്മ ഓഫ് മസിൽ ഫൈബർ. ഒരു മോട്ടോർ ന്യൂറോണിൻ്റെയും മസിൽ ഫൈബറിൻ്റെ സാർക്കോലെമ്മ നമ്മൾ കണ്ട വാക്കാണ്. സാർക്കോലെമ്മ മീൻസ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ മസിൽ ഫൈബർ. മസിൽ ഫൈബറിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെയും അതായത് മോട്ടോർ ന്യൂറോണിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷനാണ് സിനാപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോട്ടോർ ന്യൂറോണും മസിൽ ഫൈബറും കൂടിയതാണ് ഒരു മോട്ടോർ യൂണിറ്റ്. ഈ കാണുന്നതാണ് ഒരു മോട്ടോർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു മോട്ടോർ ന്യൂറോണും ഉണ്ട്, മസിൽ ഫൈബറും ഉണ്ട്. ദിസ് ഇസ് എ മോട്ടോർ യൂണിറ്റ്. ഇതായി കാണിക്കുന്നതാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഇതിൽ മോട്ടോർ ന്യൂറോണും ഉണ്ട്, ഈ സാർക്കോലെമ്മയുണ്ട്. This is a neuromuscular junction. Then synaptic vesicles എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പൾസ് സിനാപ്സിലെത്തുമ്പോൾ, സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സോണിൻ്റെ അറ്റത്തുള്ള ബട്ടൺ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിഗ്നൽ ഈ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുക, അതിൻ്റെ ഉള്ളിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. ദീസ് വെസിക്കിൾസ് റിലീസ് സബ്സ്റ്റൻസസ്. കണ്ടോ, പ്രീ സിനാപ്റ്റിക് നോബ് ഉണ്ട്. പ്രീ സിനാപ്റ്റിക് നോബിൻ്റെ ദിസ് ഈസ് ദ പ്രീ സിനാപ്റ്റിക് നോബ്, ഈ വലിയ സ്ട്രക്ചർ. അതിൻ്റെ ഉള്ളിൽ ധാരാളം വെസിക്കിൾസ് ഉണ്ട്. ഈ കാണുന്നതാണ് വെസിക്കിൾസ് എന്ന് പറയുന്നത്. ദീസ് വെസിക്കിൾസ് റിലീസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിന് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് പറയുന്നത്, കോൾഡ് അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യും. ദിസ് അസറ്റൈൽ കോളിൻ, ഈ അസറ്റൈൽ കോളിൻ എന്ത് ചെയ്യും, ഈ സിനാപ്സിലേക്ക് ഈ അസറ്റൈൽ കോളൈൻ ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് വരും. ക്ലഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്പേസ്. അത് കഴിഞ്ഞ് ഈ സിനാപ്സ് ക്ലഫ്റ്റിൽ നിന്ന് എന്തിലേക്ക് പോകും, നെക്സ്റ്റ് ആ സാർക്കോലെമ്മ വഴി ഉള്ളിലേക്ക് പോവാണ്. എന്നിട്ടാണ് അവിടെ ചേഞ്ചസ് വരുത്തുന്നത്. ഇറ്റ് ജനറേറ്റ്സ്, ഉള്ളിലേക്ക് പോയില്ലെങ്കിൽ അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നു. സിനാപ്റ്റിക് വെസിക്കിൾസ് റിലീസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ കോൾഡ് അസറ്റൈൽ കോളൈൻ. അസറ്റൈൽ കോളൈൻ generates an action potential in the sarcolemma that spreads through the muscle fiber. അപ്പോൾ ആ വന്ന ആ സിഗ്നലിനെ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, മസിൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ത്രൂ അസറ്റൈൽ കോളൈൻ. അപ്പോൾ ഈ ഇമ്പൾസ് വന്നാൽ ഉടനെ വേറെ അവിടെ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് റിലീസ് ഓഫ് കാൽഷ്യം അയൺസ്. റിലീസ് ഓഫ് കാൽഷ്യം അയൺസ് ഫ്രം ദ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സാർക്കോപ്ലാസ്മിക് സിസ്റ്റേർണെ. What is sarcoplasmic cisternae? That is ER ആണ്, endoplasmic reticulum. Inside the muscle cells is called sarcoplasmic reticulum. അപ്പോൾ മസിൽ സെൽസിൻ്റെ അല്ലെങ്കിൽ മസിൽ ഫൈബറിൻ്റെ ഉള്ളിലുള്ള സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനെ റിലീസ് ചെയ്യും, കാൽഷ്യം അയൺസിനെ റിലീസ് ചെയ്യും സാർക്കോപ്ലാസ്റ്റിലേക്ക് ആൻഡ് സൈറ്റോപ്ലാസ്റ്റിലേക്ക്. ഇൻക്രീസസ് ദ റിലീസ് ഓഫ് കാൽഷ്യം അയൺസ്. കാൽഷ്യം അയൺസിൻ്റെ ഒരു സർജ് ഉണ്ടാവും, ഒരു റാപ്പിഡ് റിലീസ് ഉണ്ടാവും. ദിസ് കാൽഷ്യം അയൺ, ഈ കാൽഷ്യം അയൺ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഇറ്റ് ബൈൻഡ്സ് വിത്ത് ദ സബ് യൂണിറ്റ് ഓഫ് ട്രോപ്പോണിൻ. ഇത് ആരുമായിട്ട് ബൈൻഡ് ചെയ്യും, ഇത് ട്രോപ്പോണിൻ. കണ്ടോ, ഈ നീല സാധനമാണ് ട്രോപ്പോണിൻ. ട്രോപ്പോണിനുമായിട്ട് കാൽഷ്യം അയൺസ്, നീല സാധനമല്ല സോറി, ഈ റെഡ് കളേർഡ് സാധനമാണ് ട്രോപ്പോണിൻ. ആ കാൽഷ്യം അയൺസ് ഈ നീലയായിട്ട് കാണിച്ചിരിക്കുന്ന കാൽഷ്യമാണ്. എന്താ, ഈ റെഡ് കളർ ബൾജിങ് ആണ് ട്രോപ്പോണിൻ. കാൽഷ്യം അയൺസ് വിൽ ബൈൻഡ് ടു ദ ട്രോപ്പോണിൻ.
അപ്പോൾ അവിടെ ഒരു കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ച് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ ജി ആക്റ്റിനിലുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റ് എക്സ്പോസ്ഡ് ആവും. നിങ്ങൾക്ക് ഈ രണ്ട് ഡയഗ്രവും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ആദ്യം ഏതാ ഈ സ്ട്രക്ചറിലാണ് ഇരുന്നിരുന്നത്, അതായത് ഇവിടെയുള്ള ഈ ഹോൾസ് പോലത്തെ സ്ട്രക്ചർ അല്ലെങ്കിൽ കറുത്ത ഡോട്ട്സ് ആണ് നമ്മുടെ മയോസിൻ ബൈൻഡിങ് സൈറ്റ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്താണ് എന്തിരിക്കുന്നത്? ട്രോപ്പോണിൻ ഇരുന്നിരുന്നത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കും? കാൽഷ്യം അയൺസ് വരും. അപ്പോൾ ആ കാൽഷ്യം അയൺ വിൽ ബൈൻഡ് ടു ദ ട്രോപ്പോണിൻ. അപ്പോൾ ട്രോപ്പോണുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ദിസ് കോസസ് സം കൺഫർമേഷണൽ ചേഞ്ചസ്, സം സ്ട്രക്ചറൽ ചേഞ്ചസ്. കാൽഷ്യം ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്താൽ അവിടെ കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് വരും. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സ്ട്രക്ചറൽ ചേഞ്ചസ് ദ മാസ്കിംഗ് ഓഫ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ബൈ ട്രോപ്പോണിൻ വിൽ ബി റിമൂവ്ഡ്. അപ്പോൾ മാസ്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആക്റ്റിനിലുള്ള ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്താണ് ആരിരുന്നിരുന്നത്? ട്രോപ്പോണിൻ ഇരുന്നത്. കാൽഷ്യം ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ മാസ്കിങ് അങ്ങ് മാറും. അതായത് ചെറിയ സ്ട്രക്ചറൽ ചേഞ്ചസ്, കൺഫർമേഷൻ ചേഞ്ചസ് അവിടെ വരും. അപ്പോൾ മയോസിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ആക്റ്റിൻ ഫ്രീ ആയി. ആക്റ്റിൻ്റെ സ്പേസ് ഫ്രീ ആയിട്ട് മയോസിനുമായിട്ട് വേണമെങ്കിൽ ബൈൻഡ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ യൂസിങ് ദ എനർജി ഫ്രം ATP ഹൈഡ്രോളിസിസ്. ഇപ്പോൾ ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട് മയോസിൻ്റെ ഹെഡിലെന്ന് നമ്മൾ പറഞ്ഞു. മയോസിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഇതാണ് മയോസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദ മയോസിൻ ഹെഡ് ദർ ഈസ് എൻ ATP ബൈൻഡിങ് സൈറ്റ് ആൻഡ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ അവിടെ ATP ഉണ്ടല്ലോ. അപ്പോൾ ഈ ATP എന്ന് പറഞ്ഞാൽ എനർജി കറൻസിയാണ്. അപ്പോൾ ATP ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഫോസ്ഫേറ്റ് ബോണ്ട് മീൻസ് ഹൈ എനർജി ബോണ്ട്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനർജി ലിബറേറ്റ് ചെയ്യപ്പെടും. യൂട്ടിലൈസിങ് ദ എനർജി ഫ്രം ദ ഹൈഡ്രോളിസിസ് ഓഫ് ATP, മയോസിൻ ഹെഡ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓൺ ദ ആക്റ്റിൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ATPയെ ഹൈഡ്രോളിസിസ് ചെയ്ത് ATP റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ഇതാണ് ഇത് നടക്കുന്ന സംഭവം കേട്ടോ. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഫസ്റ്റ് കാണുന്ന ഈ സ്ട്രക്ചറാണ് നിങ്ങൾ നോക്കേണ്ടത്. ആക്റ്റിൻ ഫിലമെൻറ്റ്സിൻ്റെ മയോസിൻ ബൈൻഡിങ് സൈറ്റ് എക്സ്പോസ്ഡ് ആയി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ മയോസിൻ ഹെഡിലുള്ള ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും ബൈ യൂട്ടിലൈസിങ് ദ എനർജി ലിബറേറ്റഡ്. അപ്പോൾ ആ ഹൈഡ്രോളിസിൻ്റെ സമയത്ത് എനർജി ലിബറേറ്റ് ചെയ്യും. യൂട്ടിലൈസിങ് ദിസ് എനർജി, ദിസ് മയോസിൻ വിൽ ബൈൻഡ് ടു ദ അറ്റാച്ച്മെൻറ്റ് സൈറ്റ് ഓഫ് ദ ആക്റ്റിനുമായിട്ട് മയോസിൻ ബൈൻഡ് ചെയ്യും. അതാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്നിട്ട് ഫോംസ് ക്രോസ് ബ്രിഡ്ജ്. ഇതിനാണ് ക്രോസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ സ്ട്രക്ചറിനാണ് ക്രോസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മയോസിൻ്റെ ഹെഡ് ആക്റ്റിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ സ്ട്രക്ചറാണ് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാകുന്നത്. Calcium ion binds with the subunit of troponin on the actin filaments and unmask the active site of the myosin. അപ്പോൾ കാൽഷ്യം അയൺസ് ആണ് ഇതിലെല്ലാത്തിനും കാരണം. കാൽഷ്യം അയൺസ് ബൈൻഡ്സ് ടു ദ ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആക്റ്റിൻ ഫിലമെൻസിൻ്റെ മാസ്കിങ്, ആക്റ്റിൻ ഫിലമെൻസിന് മാസ്ക് ചെയ്യേണ്ട അത് മാറ്റും. അപ്പോൾ ആക്റ്റിൻ ഫിലമെൻസ് ഫ്രീ ആവും. യൂസിങ് ദ എനർജി ഫ്രം ATP ഹൈഡ്രോളിസിസ് ചെയ്ത എനർജി ഉപയോഗിച്ച് മയോസിൻ ഹെഡ് ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ്. മയോസിൻ ഹെഡ് എന്ത് ചെയ്യും? ആക്റ്റീവ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. എവിടെയുള്ള? ആക്റ്റിനിലുള്ള. അങ്ങനെയാണ് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ ഈ മയോസിൻ ഹെഡ് ആക്റ്റിനെ ഉള്ളിലേക്ക് വലിക്കും. ദിസ് പുൾസ് ദ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഓൺ ബോത്ത് സൈഡ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് A band. നോക്കിയേ, ഇതാണ് A band എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇതാണ് H സോൺ. അപ്പോൾ ഇവിടെയും മയോസിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയുള്ള മയോസിൻ എന്ത് ചെയ്യും? ഇവിടെയുള്ള ആക്റ്റിനെ ഉള്ളിലേക്ക് വലിക്കും. ഇവിടെയുള്ള മയോസിൻ ഈ ആക്റ്റിനെ ഉള്ളിലേക്ക് വലിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ആക്റ്റിൻ മോളിക്യൂൾസ് രണ്ടും അടുത്തടുത്തേക്ക്, രണ്ട് സ്ഥലത്തു നിന്ന് ആക്റ്റിൻ മോളിക്യൂൾസ് അടുത്തടുത്തേക്ക് വരികയാണ് ചെയ്യുക. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. യൂസിങ് ദ എനർജി ഫ്രം ATP ഹൈഡ്രോളിസിസ്, മയോസിൻ ഹെഡ് എന്ത് ചെയ്യും? ബൈൻഡ്സ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാക്കും.
എന്നിട്ട് അതെന്ത് ചെയ്യും, അതിങ്ങനെ ഉള്ളിലേക്ക് വലിയും. ഉള്ളിലേക്ക് വലിയാൻ ശരിക്കും ഇത് നമ്മൾ തുഴയില്ലേ, തുഴയുക, തോണിയിൽ തുഴയുക എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ, തോണിയിൽ തുഴയുക. അപ്പോൾ ആ തുഴയുടെ ഒരു മൂവ്മെൻ്റ് ഇല്ലേ, ഒരു വളഞ്ഞുള്ള മൂവ്മെൻറ്റ്, അതുപോലെയാണ് ഈ ഹെഡ് മൂവ് ചെയ്യുക. ആരുടെ ഹെഡ്? മയോസിൻ്റെ ഹെഡ് മൂവ് ചെയ്യുക. എങ്ങനെയാണ്? ഇങ്ങനെ ഇരുന്ന മയോസിൻ ഹെഡായിരുന്നു, അതെന്ത് ചെയ്യും, അതിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ സാധനം മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിനോട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ആക്റ്റിനും ഇങ്ങനെ ഉള്ളിലേക്ക് വലിയും. പറയുന്നത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെ നിങ്ങളത് ഭാവനയിൽ കാണണം. ഇവിടെ മയോസിൻ ഹെഡ് ഉണ്ട്, മയോസിൻ ഹെഡ് ഉണ്ട്, അതിനോട് ചേർന്നിട്ട് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഉണ്ട്. എന്നിട്ട് ഈ മയോസിൻ ഹെഡ് എന്ത് ചെയ്യും, പതുക്കെ ഇതിങ്ങനെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വലിയും. ഉള്ളിലേക്ക് വലിയുമ്പോൾ ആസ് എ റിസൾട്ട് ദ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഓൾസോ പുൾസ് ടുവേർഡ്സ് ദ ഇൻസൈഡ്. ആക്റ്റിൻ ഫിലമെൻറ്റ്സും ഉള്ളിലേക്ക് വലിക്കപ്പെടും. This pulls the actin filaments on both sides towards the center of A band. A ബാൻഡിൻ്റെ ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്യുക. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് പാർഷ്യലി ഓവർലാപ്പ്. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് പാർഷ്യലായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുക. സോ ദാറ്റ് ദ എച്ച് സോൺ ഡിസപ്പിയേഴ്സ്. അപ്പോൾ എച്ച് സോൺ പതുക്കെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. ഇത് ഈ ഡയഗ്രാം കണ്ടാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്താ സംഭവിക്കുന്നത്. നോക്കിയേ, ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന മയോസിൻ, ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ആക്റ്റിൻ എന്താ സംഭവിക്കുന്നത്, ഇത് നോർമൽ കണ്ടീഷൻ, റിലാക്സ്ഡ് കണ്ടീഷനിലാണ്. കോൺട്രാക്റ്റഡ് കണ്ടീഷനിലാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ആക്റ്റിൻ ഉള്ളിലേക്ക് വലിയപ്പെടും. മയോസിനോട് കൂടി ആക്റ്റിനും ഉള്ളിലേക്ക് വരും. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഐ ബാൻഡ് ഗെറ്റ് ഷോർട്ടൻഡ് ആൻഡ് എ ബാൻഡ് റീറ്റെയിൻ ദ ലെങ്ത്. അപ്പോൾ ഐ ബാൻഡിൻ്റെ ലെങ്ത്ത് കുറയും. ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നതായിരുന്നു, ഇവിടെ കാണുന്നത്, ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ഐ ബാൻഡ് എന്ന് പറയുന്നത്, ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ഐ ബാൻഡ് ഇങ്ങനെയായിരുന്നു. എ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു എ ബാൻഡ്. അപ്പോൾ എന്ത് സംഭവിക്കും, എ ബാൻഡ് റീറ്റെയിൻ ഇറ്റ്സ് ലെങ്ത്. എ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയും ലെങ്ത്. എ ബാൻഡ് ആ ലെങ്ത് തന്നെ നിലനിൽക്കും. പക്ഷെ ഐ ബാൻഡ് ഷോർട്ടൺ ചെയ്തു. കാരണം എന്താ, ഉള്ളിലേക്ക് വലിഞ്ഞില്ലേ. ഐ ബാൻഡ് ഗെറ്റ് ഷോർട്ടൻഡ് ആൻഡ് എ ബാൻഡ് റീറ്റെയിൻ ദ ലെങ്ത്. അപ്പോൾ എ ബാൻഡ് അങ്ങനെ തന്നെ നിൽക്കുന്നത്. കാരണം ഇതും എ ബാൻഡാണ്, ഇതും എ ബാൻഡാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അവിടുത്തെ ഐ ബാൻഡിൻ്റെ ലെങ്ത്ത് കുറയും. അതിന് കാരണം എന്താ, ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആണ് ഉള്ളിലേക്ക് വലിയുന്നത്. ഐ ബാൻഡിലാണ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് മാത്രമുള്ളത്. എ ബാൻഡിൽ ആക്റ്റിനുണ്ട്, മയോസിനുണ്ട്. അപ്പോൾ ആ എ ബാൻഡിൻ്റെ നടുവിലുള്ള ഫ്രീ സ്പേസിലേക്കാണ് ഈ ആക്റ്റിൻ വലിയുന്നത്. അതുകൊണ്ട് എ ബാൻഡിൻ്റെ ലെങ്ത്ത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ഐ ബാൻഡിൻ്റെ ലെങ്ത്ത് ഷോർട്ടൺ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. ഇനി കോൺട്രാക്ട് ചെയ്താൽ പോരല്ലോ, റിലാക്സ് ചെയ്യുകയും ചെയ്യണമല്ലോ. നോക്കിയേ, ഇതാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. റിലാക്സ്ഡ് സ്റ്റേറ്റ്, കോൺട്രാക്റ്റിംഗ് സ്റ്റേറ്റ്, മാക്സിമലി കോൺട്രാക്റ്റഡ്. റിലാക്സ് സ്റ്റേറ്റിൽ നോക്കിയേ, നമുക്ക് എ ബാൻഡൊക്കെ വൃത്തിയായിട്ട് കാണാം. ഇതാണ് എച്ച് സോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ നടുക്കൂടെ ഒരു എം ലൈൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണാം. പക്ഷേ കോൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, നാച്ചുറലി ഈ ആക്റ്റിൻ മോളിക്യൂൾസിനെ ഉള്ളിലേക്ക് വലിക്കപ്പെടും. കണ്ടില്ലേ, സ്ലൈഡ്സ് ഓവർ ദ അതർ. ഈ സ്ലൈഡ് ചെയ്യുന്നതൊക്കെ ആക്റ്റിനാണ്. അപ്പോൾ സ്ലൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയോസിൻ പിടിച്ച് ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ ആ എച്ച് സോണൊക്കെ ഇല്ലാണ്ടാവും. എം ലൈൻ അതൊക്കെ അങ്ങ് ഇല്ലാണ്ടായ പോലെ തോന്നും. അപ്പോൾ അതാണ് കോൺട്രാക്ഷൻ. മാക്സിമം കോൺട്രാക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ്. അപ്പോൾ മയോസിൻ റിലീസസ്, കോൺട്രാക്ഷൻ കഴിയുമ്പോഴത്തേക്കും മയോസിൻ എന്ത് ചെയ്യും, ഈ റിലീസസ് ADP ആൻഡ് PI ആൻഡ് ഗോസ് ബാക്ക് ടു ദ റിലാക്സ് സ്റ്റേറ്റ്. അപ്പോൾ മയോസിൻ ഈ സ്റ്റെപ്പ്, മയോസിൻ ADPയും ഫോസ്ഫേറ്റിനെയൊക്കെ പുറത്തേക്ക് റിലീസ് ചെയ്യും, പുറത്തേക്ക് കളയും. എന്നിട്ട് അതിൻ്റെ പഴയ റിലാക്സ് സ്റ്റേറ്റിൽ എത്തും. ദെൻ എ ന്യൂ ATP ബൈൻഡ്സ് ആൻഡ് ദ ക്രോസ് ബ്രിഡ്ജ് ഇസ് ബ്രോക്കൺ. പിന്നെ ഒരു ATP പുതിയതായിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കാൽഷ്യം അയൺസ് ഉണ്ടാവും, അത് ക്രോസ് ബ്രിഡ്ജിനെ ഉണ്ടാക്കും. പിന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ATP is again hydrolyzed by the myosin head and the above process is repeated. ഓരോ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര നേരം ഇത് റിപ്പീറ്റ് ചെയ്യും, വെൻ
അപ്പോൾ ആ ഉള്ളിലേക്ക് സിഗ്നൽസ് വരുന്നത് നിന്നു എന്ന് വിചാരിക്കുക. ന്യൂറോമസ്കുലർ ജംഗ്ഷനിലേക്ക് സിഗ്നൽ വരുന്നത് നിന്നു എങ്കിൽ കാൽഷ്യം അയൺസ് എന്ത് ചെയ്യും? ആ കാൽഷ്യം അയൺസ് എവിടെ നിന്നാണ് റിലീസ് ചെയ്യപ്പെട്ടത്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന്. ആ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട കാൽഷ്യം അയൺസ് തിരിച്ച് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് തന്നെ പമ്പ് ചെയ്യപ്പെടും. ആസ് എ റിസൾട്ട് ദ സെറ്റ് ലൈൻ റിട്ടേൺസ് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ. അങ്ങനെ പതുക്കെ സെറ്റ് ലൈൻ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തും. അതിനാണ് റിലാക്സേഷൻ എന്ന് പറയുന്നത്, മസിൽ റിലാക്സേഷൻ. ഇങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. ഒന്നും കൂടി പറയാം. മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത് ആദ്യം നമുക്കിതൊക്കെ അറിഞ്ഞിരിക്കണം. ഈ കാണുന്ന സ്ട്രക്ചേഴ്സൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഒന്നും കൂടി. ഇത് മയോസിനാണ്. ഈ മയോസിൻ്റെ ഇത് LMM, ഇവിടെ HMM. ഈ HMMലാണ് എന്തുള്ളത്? ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഇവിടെയാണ് ATP ബൈൻഡിങ് സൈറ്റും ഒക്കെ ഉള്ളത്. ഇനി ആക്റ്റിൻ അല്ലെങ്കിൽ തിൻ ഫിലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് F ആക്റ്റിനാണ്. ഈ മുത്തുകൾ പോലെ കാണുന്നത് F ആക്റ്റിൻ ഇസ് എ പോളിമർ ഓഫ് G ആക്റ്റിൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ആരുണ്ട്? ട്രോപ്പോമയസിൻ എന്ന് പറയുന്ന മോളിക്യൂൾസ് ഉണ്ട്. ദെൻ ട്രോപ്പോണിൻ ഉണ്ട്. ട്രോപ്പോണിൻ ക്യാൻ ബി സീൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആസ് എ സബ് യൂണിറ്റ് ഓഫ് 3 സബ് യൂണിറ്റ്സ്. 3 സബ് യൂണിറ്റുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി മസിൽ കോൺട്രാക്ഷൻ്റെ സമയത്ത് എന്താണ് ഇതിനൊക്കെ സംഭവിക്കുക എന്നാണ് നോക്കേണ്ടത്. ഒരു ഇമ്പൾസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ന്യൂറോമസ്കുലർ ജംഗ്ഷനിലെത്തി. ന്യൂറോമസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂറോൺസും മസിൽസിൻ്റെയും മസ്കുലർ സൈറ്റോപ്ലാസ്റ്റിൻ്റെ ഇടയ്ക്കുള്ള ജംഗ്ഷനാണ്. അപ്പോൾ ന്യൂറോമസ്കുലർ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ ബൈ ദ റിലീസ് ഓഫ് അസറ്റൈൽ കോളൈൻ, ദാറ്റ് ഈസ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ന്യൂറോണിനെ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്ട്രക്ചറിനെ ആക്റ്റീവ് ആക്കുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുക, അതിനെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റർ വേഗം പോയി തൊട്ടടുത്ത് കിടക്കുന്ന മസിൽ സെൽ, അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോലെ ഉണ്ടാകും. അപ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഇതിൻ്റെ ഫലമായി ധാരാളം കാൽഷ്യം അയൺസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കാൽഷ്യം അയൺസ് റിലീസ് ചെയ്യപ്പെടും. ദെൻ ദിസ് കാൽഷ്യം വിൽ ബൈൻഡ് ടു ദ ട്രോപ്പോണിൻ. ഈ രണ്ട് ഡയഗ്രാം ഒന്ന് എൻലാർജ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ട്രോപ്പോണിൻ നാച്ചുറലി മാസ്ക് ഓവർ ദ ബൈൻഡിങ് സൈറ്റ് ഓഫ് മയോസിൻ ടു ദ ആക്റ്റിൻ. ആക്റ്റിനിലെ മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ പൊതിഞ്ഞു വയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെ മാസ്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ട്രോപ്പോണിൻ. പക്ഷേ മസിൽ കോൺട്രാക്ഷൻ്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ കാൽഷ്യം അയൺസ് റിലീസ് ചെയ്യുമ്പോൾ ദിസ് കാൽഷ്യം അയൺസ് വിൽ ബൈൻഡ്സ് ടു ദ ട്രോപ്പോണിൻ. കാൽഷ്യം അയൺസ് വേഗം ട്രോപ്പോണിനുമായിട്ട് ബൈൻഡ് ചെയ്യും ആൻഡ് റിമൂവ്സ് ദ മാസ്കിംഗ് ഓഫ് ആക്റ്റിൻ വിത്ത് ട്രോപ്പോണിൻ. അപ്പോൾ എന്നിട്ട് ട്രോപ്പോണിൻ കൊണ്ടുള്ള മാസ്കിങ്ങിനെ അങ്ങ് റിമൂവ് ചെയ്യും. അപ്പോഴത്തേക്കും ഈ താഴെയുള്ള ആക്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള അല്ലെങ്കിൽ ആക്റ്റിൻ്റെ കൂടെയുള്ള മയോസിൻ ഫിലമെൻസിലെ HMM, അവിടുത്തെ ഹെഡ് റീജിയൻ HMM എന്ന് പറയുന്ന റീജിയനിൽ എന്തുണ്ടാവും? ഹെഡ് റീജിയൻ ATP ഉണ്ടാവും. അപ്പോൾ ആ ATP ഹൈഡ്രോളിസിസ് ചെയ്യും. ഹൈഡ്രോളിസിസ് ചെയ്യാൻ ATP ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ടു റിലീസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സംഭവിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ATP ബ്രേക്ക് ഡൗൺ ചെയ്ത് ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് മാറും. അപ്പോൾ എന്നിട്ട് എന്ത് പറ്റി? ദെൻ അടുത്ത സ്റ്റെപ്പിൽ ക്രോസ് ബ്രിഡ്ജ് സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ തൊട്ടടുത്ത സ്റ്റെപ്പിൽ ക്രോസ് ബ്രിഡ്ജ് ഉണ്ടായി. ക്രോസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹെവി ന്യൂറോമയോസിൻ ഗെറ്റ്സ് അറ്റാച്ച് ടു ദ മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ ആക്റ്റിൻ. അതാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഈ എൻലാർജ് ചെയ്യുന്ന പിക്ചർ. ദെൻ അടുത്തതിൽ എന്ത് സംഭവിക്കും? ഈ ADPയെയും ഫോസ്ഫറസിനെയും റിലീസ് ചെയ്യപ്പെടും. ADPയും ഫോസ്ഫറസും റിലീസ് ചെയ്യപ്പെടും. എന്നിട്ടൊരു ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാക്കി ആ HMM ഒരു ലോക്കോമോഷൻ, പ്രത്യേക തരത്തിലുള്ള ലോക്കോമോഷൻ ഉണ്ടാകും. ഉള്ളിലേക്ക് ഇൻവേർഡ് മൂവ്മെൻ്റ് ആണ്.
ആസ് എ റിസൾട്ട് ആ ലോക്കോമോഷൻ്റെ ഫലമായിട്ട് ഈ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്യും. അങ്ങനെയാണ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് സ്ലൈഡ് ചെയ്യുന്നത്. The set line attaches to the actin also pulled inwards. It causes shortening of sarcomere. I band gets shortened and A band retain their length. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്രോസ് ബ്രിഡ്ജിൻ്റെ ഫലമായിട്ട് ATP ഉണ്ടായി. ATP ADP റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്തിട്ട് പോലെ തുഴ പോലെ HMM മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആക്റ്റിനും മൂവ് ചെയ്യും. ദെൻ വീണ്ടും ATP അറ്റാച്ച് ചെയ്യും. ഈ പ്രോസസ്സെല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നടക്കുന്നത്. അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇനോർഗാനിക് ഫോസ്ഫറസും ADPയും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ആ എനർജി ഉപയോഗിച്ച് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാക്കി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൂവ് ചെയ്യും. അതായത് ഒരു സ്ലൈഡിങ് മൂവ്മെൻ്റാണ് ഉണ്ടാക്കുന്നത് ആക്റ്റിനും മയോസിനും കൂടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബ്രേക്കിംഗ് ഓഫ് ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യപ്പെടും. എന്നിട്ട് വീണ്ടും മയോസിനും ആക്റ്റിനും ഒക്കെ ഫ്രീ ആവും. അപ്പോൾ അവിടേക്ക് ATP അറ്റാച്ച് ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സെഡ് ലൈൻ അറ്റാച്ചസ് ടു ദ ആക്റ്റിൻ ഈസ് ഓൾസോ പുൾഡ് ഇൻവേർഡ്. സെഡ് ലൈനെയും ഉള്ളിലേക്ക് തള്ളുന്നുണ്ട്. ഇറ്റ് കോസസ് ദ ഷോർട്ടനിങ് ഓഫ് സാർക്കോമിയർ. അപ്പോൾ എന്ത് സംഭവിക്കും? സാർക്കോമിയർ കുറച്ച് ഷോർട്ടൺ ചെയ്യും. ഓക്കെ, ആദ്യത്തെ ഡയഗ്രവും രണ്ടാമത്തെ ഡയഗ്രവും. ഇതൊരു സെഡ് ലൈൻ, ഇതൊരു സെഡ് ലൈൻ നമ്മൾ വിചാരിക്കുക. ഇതൊരു സെഡ് ലൈൻ, ഇതൊരു സെഡ് ലൈൻ. ഈ രണ്ട് സെഡ് ലൈൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് സെഡ് ലൈൻ ഷ്രിങ്ക് ചെയ്യും. എന്നിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ATP പിന്നെ ഹൈഡ്രോളൈസ് ചെയ്യപ്പെടും. പിന്നെ മയോസിൻ ഹെഡ് അറ്റാച്ച് ചെയ്യും. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി കാൽഷ്യം അയൺസ് ഇത് എത്ര നേരം റിപ്പീറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം സ്റ്റിമുലേഷൻ വരുന്നോ അത്രയും നേരം. ഇപ്പോൾ സ്റ്റിമുലേഷൻ എൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഉടനെ തന്നെ ഈ ER റിലീസ് ചെയ്ത കാൽഷ്യത്തിനെ ERലേക്ക് തിരിച്ച് അബ്സോർബ് ചെയ്യപ്പെടും. ആ അബ്സോർബ് ചെയ്യുമ്പോൾ കാൽഷ്യം അയൺസ് പോയില്ലേ, അപ്പോൾ ട്രോപ്പോണിൻ എന്ത് ചെയ്യും? ട്രോപ്പോണിൻ ഫ്രീ ആവും. ട്രോപ്പോണിൻ വീണ്ടും പോയി ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്യും. ആരുടെ ബൈൻഡിങ് സൈറ്റിനെ? ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്യും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. എത്ര നേരം കോൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സിഗ്നൽ ഉണ്ടോ അത്രയും നേരം ആ പ്രോസസ്സ് നടന്നുകൊണ്ട് ഇരിക്കും. ഇത്രയുമാണ് നമുക്ക് ഈ മസിൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഇതിൽ പഠിക്കാനുള്ളത്.